ഹായ് ഗായ്സ്. കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു അർജുനെ ഒന്ന് ബോർഡിങ്ങിൽ വിടുക, ട്രെയിനിങ് ഒക്കെ കൊടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബോർഡിംഗ് സെൻറ്റർ കണ്ടായിരുന്നു, നിയോലോകം ഡോഗ് ബോർഡിംഗ് ആൻഡ് എക്കോ പാർക്ക്. ഞാനതിൻ്റെ ലിങ്ക് ഒന്ന് താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പം അവർ തന്നെ വന്നു, അർജുനെ പിക്ക് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ എനിക്ക് അർജുന് വാക്സിൻ എടുക്കണമായിരുന്നു. അവരെന്നെ അവിടെ വെച്ച് ഡോക്ടർ വരും, അങ്ങനെ വാക്സിൻ എടുത്തു. ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കണ്ടോ, ഇണങ്ങി. അവർ കുറച്ച് ട്രെയിനിങ്സ് കൊടുത്തു, ട്രെക്കിങ് ചെയ്യിപ്പിക്കും, സ്വിമ്മിങ് ചെയ്യിപ്പിക്കും, അങ്ങനെ ഒത്തിരി ഡോഗ്സിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സോഷ്യലൈസിങ്, അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോഗ് സെൻറ്ററിൽ നമ്മൾ ഡോഗിനെ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ബോർഡിങ്ങിൽ വിടുമ്പോഴത്തേക്കും ഇതുപോലെ അതിന് മുന്നേ 1-2 ദിവസം ഇവരെ കൂടെ ഒന്ന് വിടുക, അല്ലെങ്കിൽ കൊണ്ടുവന്നാലും മതി, ഒന്ന് സോഷ്യലൈസ് ചെയ്യിപ്പിക്കാനായിട്ട്, അവിടെ ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് ഇണങ്ങാനായിട്ട്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും പുറത്തോട്ട് പോകണം, ടൂറ് പോകണമെങ്കിൽ ഇവരെ കൊണ്ടാക്കിയാൽ ഇവരും ഹാപ്പി ആയിട്ടിരിക്കും, നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് പോവുകയും ചെയ്യാം. അപ്പം ഞാനിതൊരു പരസ്യത്തിന് വേണ്ടിയൊന്നും അല്ല പറയുന്നത്. പക്ഷേ എനിക്ക് ഇവരുടെ ആ ബോർഡിംഗ് സെൻറ്ററും ഇവരുടെ ആക്ടിവിറ്റീസ് അപ്പോഴപ്പോഴും എനിക്ക് വീഡിയോസ് അയച്ചു തരും. എൻ്റെ അർജുൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ അയച്ചു തരും. ഫുഡ് കഴിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അവർ ആൻസർ പറയുന്നത്. ഇതിപ്പോൾ അവനെ കുളിക്കാൻ കൊണ്ടുപോകണത്, അവന് കുളി എന്നുള്ളൊരു വാക്ക് കേട്ടാൽ പിന്നെ അവൻ ഒരിക്കലും അങ്ങോട്ട് വരത്തില്ല. ഇപ്പോൾ കുളിക്കുക എന്നല്ല എന്തോ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതാണ് അങ്ങോട്ട് വരാത്തത്. അപ്പോൾ അർജുൻ എപ്പോഴും ഇടിയും മിന്നലൊക്കെ ഭയങ്കര പേടി. അപ്പോൾ രാത്രി 3 മണിക്ക് അവരുടെ വീട്ടിൽ റൂമിൽ കൊണ്ടാക്കി അവൻ്റെ പേടിയൊക്കെ മാറ്റി. എന്നിട്ടിപ്പോൾ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്ന് ഞാനവിടെ ഇല്ല, അമ്മ അവനെ ടേക്ക് കെയർ ചെയ്ത് അവനെ കുളിപ്പിച്ച് എല്ലാം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.